നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. എനിക്ക് കുറച്ചു മലയാളം അറിയാം. 3 lines I've learned. One more line I learned today, and slowly every day I learn one new line. എനിക്ക് ഇതുവരെ 3 വാചകങ്ങൾ മലയാളത്തിൽ പറയാം. ഇന്ന് ഞാൻ പുതിയ ഒരു വാചകം കൂടി പഠിച്ചു. പതുക്കെ ഓരോ ദിവസവും ഞാൻ ഓരോ പുതിയ വാചകങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. My dearest sisters and brothers, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, and all my colleagues here from the UDF who are on stage with me today, അതുപോലെ തന്നെ ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഇന്ന് വേദിയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, thank you for being here at this meeting. ഇന്ന് ഈ യോഗത്തിൽ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. I know my sisters have been sitting here for a long time. എനിക്കറിയാം എൻ്റെ സഹോദരിമാരായ നിങ്ങൾ ഇവിടെ ഒരുപാട് നേരമായിട്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. You must be fed up of waiting. നിങ്ങൾ കാത്തിരുന്ന് മുഷിഞ്ഞോ? No. ഇല്ലില്ല. But I want to say that wherever I have been in Wayanad, the whole Lok Sabha, everywhere, whether it is here in Batteri or lower down or any part of Wayanad I have been showered with love from you. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. ഈ വയനാട് പാർലമെന്റ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഏത് ഭാഗമാകട്ടെ, ഇത് ബത്തേരി ആകട്ടെ, താഴെ പോകുമ്പോഴാട്ടെ, ഞാൻ എവിടെ പോയാലും നിങ്ങൾ എൻ്റെ മേലിങ്ങനെ സ്നേഹം ചൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. Wherever I go, you're waiting for me, standing outside your houses, waiting with flowers, waiting to hug me, kiss me, to tell me to wait for a little while. ഞാൻ എവിടെ പോകുമ്പോഴും നിങ്ങൾ റോഡരികിൽ നിങ്ങളുടെ വീടിൻ്റെ പുറത്ത് പൂക്കളുമായിട്ട് കാത്തു നിൽക്കുകയാണ്, എന്നെ കെട്ടിപ്പിടിക്കാൻ കാത്തു നിൽക്കുകയാണ്, ഉമ്മ തരാൻ കാത്തു നിൽക്കുകയാണ് എന്ന് നിങ്ങൾ എന്നോട് കുറച്ചു നേരം കൂടെ അവിടെ നിൽക്കാൻ പറയുകയാണ്. And my brother Rahul told me, when he told me to stand from Wayanad instead of him, he told me you're going to love it over there. എന്നോട് എൻ്റെ സഹോദരൻ രാഹുൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തിന് പകരം തെരഞ്ഞെടുപ്പിന് നിൽക്കാൻ പറഞ്ഞപ്പോൾ എന്നോട് എന്താ പറയുന്നതെന്നറിയോ? നിങ്ങൾക്ക് വയനാട് ഇഷ്ടപ്പെടാൻ പോവുകയാണ്, സ്നേഹിക്കാൻ പോവുകയാണെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. But I didn't realize how much I would love it. പക്ഷേ എനിക്ക് മനസ്സിലായില്ല, എനിക്ക് അന്നേരം തിരിച്ചറിയാൻ പറ്റില്ല ഇത്രയും സ്നേഹം എനിക്ക് കിട്ടുമെന്ന് അന്നേരം എനിക്ക് അറിയില്ലായിരുന്നു. And coming here, meeting all of you, I realize how much you love my brother also. അത് മാത്രമല്ല, ഇവിടെ വന്ന് നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു നിങ്ങൾ എത്രമാത്രം എൻ്റെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. The relationship he has with you is special. നിങ്ങൾക്ക് എൻ്റെ സഹോദരനോട് നിങ്ങളോടുള്ള ബന്ധം എന്ന് പറയുന്നത് പ്രത്യേകമായ സവിശേഷമായ ഒരു ബന്ധമാണ്. It's rare also in politics. രാഷ്ട്രീയത്തിൽ അപൂർവമായിട്ടുള്ള ഒരു ബന്ധമാണത്. Because it's a relationship in which both the leader and the people have a true deep love for each other. ആ ബന്ധം എന്ന് പറയുന്നത് നേതാവിനും ജനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാർത്ഥമായ സ്നേഹമുള്ള ഒരു ബന്ധമാണത്. It's a relationship of loyalty, of honesty. അത് സത്യസന്ധതയുടെ വിശ്വസ്തതയുടെ ഒരു ബന്ധമാണ്. And something that is an example for the whole nation. ആ ബന്ധം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന് മുഴുവൻ കാണാവുന്ന ഒരു ഉദാഹരണമാണ് എൻ്റെ സഹോദരൻ നിങ്ങളുമായുള്ള ബന്ധം. It is what politics should be about. ശരിക്കും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. Politics should be about strong relationships between people and leaders, so that the leaders understand what your problems are, so that they come to you, they listen to you, they understand that you have given them all the power that they have. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നേതാക്കളും ജനങ്ങളും തമ്മിലുള്ള ശക്തമായ ബന്ധമായിരിക്കണം. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ നേതാക്കൾ നിങ്ങളിലേക്ക് വരണം, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം, ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കണം. അതുമാത്രമല്ല, നേതാക്കൾ മനസ്സിലാക്കണം അവരുടെ കയ്യിലുള്ള അധികാരം എന്ന് പറയുന്നത് നിങ്ങൾ കൊടുത്ത അധികാരമാണെന്ന് നേതാക്കൾ മനസ്സിലാക്കണം. So wherever I go, I get love, I get affection. At the same time, I get to speak to you, to understand a little bit. I'm now just beginning this journey of understanding, but to understand a little bit what your life struggles are about, what you go through, how you face these struggles.
ഞാൻ എവിടെ പോകുമ്പോഴും എനിക്ക് സ്നേഹവും ഇഷ്ടവും നിങ്ങൾ ഒരുപാട് തരുന്നു. അത് മാത്രമല്ല, നിങ്ങളോട് പതുക്കെ പതുക്കെ സംസാരിക്കുമ്പോൾ, നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ, നിങ്ങളുടെ പ്രശ്നം എന്താണ്, ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണ്, ആ ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി തുടങ്ങുകയാണ്. I met a group of brothers and sisters from different tribes the other day. ഞാൻ കഴിഞ്ഞ ദിവസം പല ആദിവാസി സമൂഹത്തിലെ പല സമുദായങ്ങളിൽപ്പെട്ട കുറച്ച് സഹോദരന്മാരെ കണ്ടു. I felt so proud to meet them because they were all achievers in their own right. അത് അവരെ കണ്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. കാരണം അവരെല്ലാം അവരവരുടേതായ രീതിയിൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ മനുഷ്യരാണ്. One of them was doing a PhD on the life of tribal people and their traditions and their culture. ആദിവാസി സമൂഹത്തിന്റെ ജീവിതം എന്താണ്, അവരുടെ പാരമ്പര്യം എന്താണ്, സംസ്കാരം എന്താണ്, അതിൽ PhD ഡോക്ടറൽ ഗവേഷണം നടത്തുകയായിരുന്നു അതിലൊരാൾ. Another one was running an NGO. മറ്റൊരാൾ ഒരു NGO നടത്തുകയായിരുന്നു, ഒരു സന്നദ്ധ സ്ഥാപനം നടത്തുകയായിരുന്നു. Two of them had written a beautiful book about all your traditions, your culture, how you harvest honey, how you interact with the forest, with the land, everything. മറ്റു രണ്ടുപേരും ഒരു മനോഹരമായ പുസ്തകം എഴുതി. എങ്ങനെയാണോ നിങ്ങൾ കാട്ടിൽ പോയി തേൻ ശേഖരിക്കുന്നത്, എങ്ങനെയാണ് കാടുമായിട്ട് നിങ്ങൾ ഇടപെടുന്നത്, നിങ്ങളുടെ സമൂഹത്തിലെ കാര്യങ്ങളെ കുറിച്ച് മറ്റു രണ്ടുപേരും ഒരു പുസ്തകം എഴുതിയിരുന്നു. And it was a pleasure to talk to them. അവരോട് സംസാരിക്കുക എന്ന് പറയുന്നത് എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. But at the same time, they told me what a difficult time they had and how much of a struggle it had been for them to come so far. പക്ഷേ അതേസമയം അവർ പറഞ്ഞു അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുകളുണ്ട്, ഇവിടം വരെ എത്താൻ അവർക്ക് എത്രമാത്രം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വന്നു എന്നും അവരെന്നോട് പറഞ്ഞു. Most importantly, they told me how the basic health facilities are difficult to access in their areas. അവരെന്നോട് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞത് അവർ താമസിക്കുന്ന പ്രദേശത്ത് അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങൾ ലഭിക്കുക എന്നുള്ളത് എത്ര ബുദ്ധിമുട്ടാണെന്നാണ് അവർ പറഞ്ഞത്. If a child is unwell, if you need a doctor, a hospital, it's very difficult to get it. ഉദാഹരണത്തിന് ഒരു കുഞ്ഞിന് സുഖമില്ല, നമുക്കൊരു ആശുപത്രി പോകണം, ഒരു ഡോക്ടറെ കാണണം, അത് വലിയ ബുദ്ധിമുട്ടാണ്. And here, as you know, there's a long-standing demand in Mananthavadi that you should have a medical college. നിങ്ങൾക്കറിയാം, അത് മാത്രമല്ല ഇവിടെ ഈ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് മാനന്തവാടിയിൽ ഒരു മെഡിക്കൽ കോളേജ് വേണമെന്നുള്ളത്. For which my brother has also worked very hard. അതിനുവേണ്ടി എൻ്റെ സഹോദരൻ വളരെ കഠിനമായി പ്രയത്നിച്ചിട്ടുണ്ട്. And it's a struggle, it's a fight that I will continue. അതിനുവേണ്ടി നിങ്ങളുടെ മെഡിക്കൽ കോളേജിന് വേണ്ടിയുള്ള പോരാട്ടം എന്ന് പറയുന്നത് ഞാൻ തുടരാൻ പോകുന്ന ഒരു പോരാട്ടമാണ്. The tribal areas also have difficulty accessing good education, especially higher education. നമ്മളുടെ ആദിവാസി മേഖലകളിൽ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഭിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. And this whole area has so much potential. ഈ മുഴുവൻ പ്രദേശത്തിനും ഒരുപാട് സാധ്യതകളുണ്ട്. You work hard to educate your children. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു. You take loans to pay their fees. അവരുടെ ഫീസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വായ്പ എടുക്കുന്നു. You want them to have a bright and strong future. നിങ്ങളുടെ കുട്ടികൾക്ക് ശോഭനമായ ശക്തമായ ഒരു ഭാവി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. And yet the opportunities they get are limited. എന്നിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടുന്ന അവസരങ്ങൾ വളരെ കുറവാണ്, പരിമിതമാണ്. You see, there has to be a deep respect for people on the part of the government. നിങ്ങൾക്കറിയാമോ, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ജനങ്ങളോട് ആഴത്തിലുള്ള ഒരു ബഹുമാനം ഉണ്ടാവണം. They have to understand what your needs are to be able to fulfill them. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന്, നിങ്ങളുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ഗവൺമെന്റുകൾ മനസ്സിലാക്കണം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത്. But more and more, if you look at the politics of the last 10 years, the leaders of the BJP are disconnected from the people. നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ ഇവിടുത്തെ രാഷ്ട്രീയത്തിലേക്ക് കൂടുതൽ നോക്കുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നു ബിജെപിയുടെ രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, ജനങ്ങളിൽ നിന്ന് മാറി അടർന്നു നിൽക്കുന്നവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. The older people amongst you must remember my grandmother Indira Gandhi. നിങ്ങൾ ഇവിടെയുള്ള പ്രായമുള്ള ആളുകൾ ഒരുപക്ഷെ എൻ്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയെ ഓർക്കുന്നുണ്ടാവാം. And what a deep respect and connection she had with the tribal people of India.
എന്റെ മുത്തശ്ശി ഇന്ദിരാഗാന്ധിക്ക് ഇന്ത്യയിലെ ആദിവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളോട് വളരെ ആഴത്തിലുള്ള ബഹുമാനവും അതുപോലെയുള്ള ഒരു ബന്ധവും ഉണ്ടായിരുന്നു. She always told us that your way of living, that you were connected to the forests, to the land, to the waters of the earth. This was the right way of living. എപ്പോഴും എൻ്റെ മുത്തശ്ശി ഞങ്ങളോട് പറയായിരുന്നു, നമ്മുടെ ആദിവാസി സമൂഹത്തിന്റെ ജീവിത രീതി എപ്പോഴും ഭൂമിയായിട്ടും പ്രകൃതിയുമായിട്ടും ജലവുമായിട്ടും വനവുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആദിവാസി സമൂഹത്തിന്റെ ജീവിത രീതിയാണ് യഥാർത്ഥ ജീവിത രീതി എന്ന് പറയുമായിരുന്നു. And as the world advances, it is also turning back to these traditional ways of living. അത് മാത്രമല്ല, ലോകം ഇന്ന് പുരോഗതി പ്രാപിക്കുമ്പോൾ നമ്മൾ പണ്ടത്തെ പരമ്പരാഗതമായ ജീവിത ശൈലികളിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. Learning how to balance the environment with livelihood. അത് മാത്രമല്ല, പ്രകൃതിയും നമ്മുടെ ജീവനോപാധിയും അത് തമ്മിൽ ഒരു സന്തുലിതാവസ്ഥ നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കുമെന്ന് ചിന്തിക്കുകയാണ്. And it was on the basis of this understanding that Indira Gandhi ji had, that she did so much for the rights of the tribal people. ഈ മനസ്സിലാക്കലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദിരാഗാന്ധിജി നമ്മുടെ നാട്ടിലെ ആദിവാസി സമൂഹത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. And later on, the UPA government in the center brought the Forest Rights Act, brought Manrega to help the poorest of the poor to have opportunities for employment and the right to education. പിന്നീട് അതിനുശേഷമാണ് കേന്ദ്രത്തിലുള്ള UPA ഗവൺമെന്റ് വനാവകാശ സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഏറ്റവും ദരിദ്രരായവർക്ക് തൊഴിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നത്. Today the BJP is attacking these very rights. ഈ അവകാശങ്ങളെയാണ് ഇന്ന് BJP ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Across India it is snatching the land of the tribals and handing it over to big businessmen friends. ഈ രാജ്യം മുഴുവൻ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവരുടെ ഭൂമി എടുത്തു മാറ്റിയിട്ട് അവരുടെ വലിയ അതിസമ്പന്നരായ വ്യവസായികൾക്ക് നൽകുകയാണ് BJP ചെയ്യുന്നത്. And the Forest Right Act is being diluted. അത് മാത്രമല്ല, വനാവകാശ നിയമത്തിൽ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുകയാണ് അവർ. So you have to fight to retain your basic rights today. ഇന്ന് നിങ്ങളുടെ അടിസ്ഥാന അവകാശങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പോരാടേണ്ടി വരുന്നു. And in this fight, my brother has stood side by side with you, and I stand side by side with you. നിങ്ങളുടെ ഈ പോരാട്ടത്തിൽ എൻ്റെ സഹോദരൻ നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങളുടെ പോരാട്ടത്തിൽ ഞാനും നിങ്ങളോടൊപ്പം നിൽക്കുകയാണ്. The politics of the BJP is based on division. BJPയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിഭജിപ്പിക്കലിന്റെ ഭിന്നിപ്പിക്കലിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. It is based on negativity. അത് നിഷേധാത്മകത, പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവായ കാര്യങ്ങളെ, നിഷേധാത്മകമായ കാര്യങ്ങളെ മാത്രം ആശ്രയിച്ചുള്ളതാണ്. And all its policies are created only to benefit a few big business people. കുറച്ചു വലിയ അതിസമ്പന്നരായ വ്യവസായികളെ അവർക്ക് ഗുണമുണ്ടാകാൻ വേണ്ടി മാത്രമാണ് BJPയുടെ എല്ലാ നയങ്ങളും ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. Under its policies, farmers are suffering across India. രാജ്യം മുഴുവൻ BJPയുടെ നയങ്ങൾ കാരണം നമ്മുടെ കർഷകർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. I met some families here who are involved in farming. കൃഷിയുമായി ബന്ധപ്പെട്ട കൃഷിക്കാരായ ചില കുടുംബങ്ങളെ ഞാൻ ഇവിടെ കണ്ടു. You grow such beautiful crop. നിങ്ങൾ Coffee, pepper, banana, areca nut, all the beautiful crops are grown here. And I myself was surprised to see how fresh, how strong and aromatic they are. നിങ്ങൾ ഇവിടെ എത്ര മനോഹരങ്ങളായ വിളകളാണ് വളർത്തുന്നത്. നിങ്ങൾ കാപ്പി കൃഷി ചെയ്യുന്നു, കുരുമുളക് കൃഷി ചെയ്യുന്നു, അതുപോലെ അടയ്ക്ക കൃഷി ചെയ്യുന്നു. ഞാൻ ഈ മനോഹരങ്ങളായ ഈ വിളകളൊക്കെ കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. എത്ര മനോഹരമായ ഗുണമേന്മയുള്ളതാണവ. Your produce should be shown across the world. Everybody should know that these spices are from Wayanad. They are the best in the world. അതില്ല, നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന വിളകൾ, ഇവിടെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ ലോകം മുഴുവൻ അറിയണം. എല്ലാവരും ഇത് കാണുമ്പോൾ പറയണം, ഈ സുഗന്ധദ്രവ്യങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നതാണ്, ഇത് ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്ന് എല്ലാവരും പറയണം. I went back for 1 day, 1.5 days, day before yesterday. I took back a nice bag for all my neighbors, all my friends, all my sisters. ഞാനിവിടെ കുറച്ച് 1.5 ദിവസം മുമ്പ് തിരിച്ചങ്ങോട്ട് ഇവിടുന്ന് പോയപ്പോൾ ഒരു ബാഗ് നിറച്ച് എൻ്റെ അയൽവക്കക്കാർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും സഹോദരിമാർക്കും ഒക്കെ വേണ്ടി ഇവിടുന്ന് സാധനം വാങ്ങിച്ചിട്ടാണ് പോയത്. And I told them, you see all this cinnamon and all you get in Delhi, it's nonsense. And you try this
When you boil the cinnamon, the water becomes pink and you can smell it. It's beautiful. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കുന്ന സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രത്യേകിച്ച് കറുവാപ്പട്ട, അതൊന്നും ഒന്നിനും കൊള്ളില്ല. ഇത് നിങ്ങൾ എടുത്ത് തിളപ്പിച്ച് നോക്ക്, എന്തൊരു നിറവും എന്തൊരു മണവാ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഞാൻ അവരോട് പറയായിരുന്നു. But I really think that if we work hard together with the right kind of push here for marketing, for your packaging of your crops and of the goods that you produce, for food processing, we could do so much to create employment opportunities to make the farmers of Wayanad strong. ഇവിടെ കാർഷിക മേഖലയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. കൃത്യമായ പിന്തുണ നൽകുന്നതിലൂടെ, ഭക്ഷ്യ സംസ്കരണത്തിനുള്ള സംവിധാനം ഉണ്ടാകുന്നതോടുകൂടി, നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായി നമ്മൾക്ക് വിപണിയിൽ എത്തിക്കുന്നതിലോടുകൂടി ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇവിടുത്തെ കർഷകർക്ക് ഒരുപാട് പിന്തുണ നൽകാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ സാധിക്കും. I was so proud to meet a lovely lady the other day who was running her own homestay here near Vaitiri. വൈത്തിരിക്കടുത്ത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയെ കണ്ടു. അതായത് ഹോം സ്റ്റേ നടത്തുന്ന, സ്വന്തമായിട്ട് ഒരു ഹോം സ്റ്റേ നടത്തുന്ന ആ സ്ത്രീയെ കാണാൻ അവരെ കണ്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. And she took a loan to build that homestay. ആ ഹോം സ്റ്റേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ വായ്പ എടുത്താണ് അത് ഉണ്ടാക്കിയത്. It was so clean and beautiful, it made me proud. അത് നല്ല വൃത്തിയുള്ള സ്ഥലമായിരുന്നു, മനോഹരമായ സ്ഥലമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അഭിമാനം തോന്നി. Yet she almost had tears in her eyes when she was talking to me. എന്നിട്ടും ആ പെൺകുട്ടി, ആ സ്ത്രീ എന്നോട് സംസാരിക്കുമ്പോൾ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് സംസാരിച്ചത്. She told me that for the last 3 months it's been very difficult to get guests to come there. കാരണം കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് അവിടെ താമസിക്കാനായിട്ട് ആരെങ്കിലും വരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ആരും വന്നിട്ടില്ല. Because people got scared after the landslide. കാരണം ഇവിടെ മണ്ണിടിച്ചിൽ നടന്ന ശേഷം ആളുകൾ പേടിച്ചു പോയി ഇങ്ങോട്ട് വരാൻ. And I wish that we could tell everybody, tell the whole world, tell all our brothers and sisters across India that there's nothing to be afraid of. ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇന്ത്യ മുഴുവനുള്ള, ലോകത്ത് മുഴുവനുള്ള സഹോദരി സഹോദരന്മാരോട് പറയണം, ഇവിടെ വയനാട്ടിലോട്ട് വരാൻ നിങ്ങൾക്ക് പേടിക്കാൻ ഒന്നുമില്ല എന്ന് നമുക്ക് അവരോട് പറയണം. That the landslide took place in a very small area, but this whole land is so beautiful and there's so much to see and to visit. കാരണം അവിടെ മണ്ണിടിച്ചിലുണ്ടായത് ചെറിയൊരു സ്ഥലത്തല്ലേ, അതൊരു ചെറിയ പ്രദേശത്തായിരുന്നു. പക്ഷേ ഈ വയനാട് എന്ന് പറയുന്ന ഈ മുഴുവൻ പ്രദേശവും എന്ത് മനോഹരാണ്, എത്ര മനോഹരാണ്, ഇത് നിങ്ങൾക്ക് കാണണ്ടേ, നമുക്ക് എല്ലാവരോടും പറയണ്ടേ. So again, there's so much potential for tourism. ഇവിടെ വിനോദസഞ്ചാരത്തിന് അതിരില്ലാത്ത സാധ്യതകളാണുള്ളത്. Ecotourism, for these beautiful natural resources you have, even spiritual tourism. പരിസ്ഥിതിയുമായിട്ട്, ഇത്രയും പ്രകൃതി വിഭവങ്ങളുള്ള ഈ നാട്ടിൽ നമുക്ക് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാരം നടത്താം. അതുപോലെ ആത്മീയ വിനോദസഞ്ചാരം നമുക്ക് നടത്താം. And again, this is something that I would like to focus on with you and to build on. ഞാൻ ഈ വിനോദസഞ്ചാരത്തിന്റെ കാര്യം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോടൊപ്പം ചേർന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വളർത്താനും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. I know you have some long standing problems like the night traffic ban. അതുപോലെ തന്നെ രാത്രി യാത്രാ നിരോധനം പോലെയുള്ള ദീർഘകാലമായി നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് എനിക്കറിയാം. I met one lady whose husband had been killed by an elephant and she told me that it was so difficult to get him to a hospital. കാട്ടാന കൊല ചെയ്ത മനുഷ്യന്റെ വിധവയായ സ്ത്രീയെ ഞാൻ കണ്ടു. ആ സ്ത്രീ എന്നോട് പറഞ്ഞു, ആ മനുഷ്യനെ ആശുപത്രി കൊണ്ടുപോകാൻ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. He passed away before she could reach. ആ ഹോസ്പിറ്റൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. Again, the fact that farmers over here have to protect their crops from wild animals and that this is such a huge problem, not just for your lives in terms of being attacked by wild animals, but also for your crop and for your livelihood and for your cattle. അത് മാത്രമല്ല, ഇവിടുത്തെ കർഷകർക്ക് നിങ്ങളുടെ വിളകൾ വന്യജീവികളിൽ നിന്ന് സംരക്ഷിക്കേണ്ടി വരുന്നു. നിങ്ങളുടെ ജീവന് പ്രശ്നമുണ്ടാകുന്നു, നിങ്ങളുടെ കന്നുകാലികൾക്ക് പ്രശ്നമുണ്ടാകുന്നു, നിങ്ങളുടെ വിളകൾക്ക് പ്രശ്നമുണ്ടാകുന്നു. And the recent declaration of the ESA in which suddenly your settlements have become a part of, and the people who are living in those areas are suddenly subject to new rules and great difficulties because of it. അത് മാത്രമല്ല, അടുത്ത കാലത്ത് പെട്ടെന്ന് പരിസ്ഥിതി ലോല മേഖല പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങൾ ഈ പലരും താമസിക്കുന്ന സ്ഥലങ്ങൾ അതിനകത്തായി പോയി. നിങ്ങൾക്ക് പുതിയ പുതിയ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടി വരുന്നു. And the over 2000 families who have been affected by this lease land of the forests and they are not able to get their documents. അത് മാത്രമല്ല, 2200-ലധികം കുടുംബങ്ങൾ അതുപോലെ വനത്തിൽ നിന്ന് ഭൂമി കിട്ടിയത് അതിന്റെ കൃത്യമായ രേഖകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. So while I would like to focus with you on developing tourism here,
on strengthening agriculture here. I know that these problems are deeply affecting you, and we have to keep struggling and fighting for them to be resolved. അതുപോലെ ഇവിടുത്തെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താൻ, അതുപോലെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്താൻ നിങ്ങളോടൊപ്പം പരിശ്രമിക്കുമെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഇത് വലിയ പ്രശ്നങ്ങളാണ്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. My brother Rahul worked to strengthen the PHCs and the family health centers. He sent jeeps out for field services, and he tried very hard to improve your drinking water facilities also. എൻ്റെ സഹോദരനായ രാഹുൽ ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു. അതുപോലെ ജീപ്പ് സംവിധാനങ്ങൾ നൽകി, അതുപോലെ കുടിവെള്ള പദ്ധതികൾ ഇവിടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. It was his commitment to you and his dedication to you that kept him going. നിങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം, നിങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ് അദ്ദേഹത്തെ മുൻപോട്ട് കൊണ്ടുപോയത്. He was sad to leave you. നിങ്ങളെ, വയനാട്ടിലെ ജനങ്ങളെ വിട്ടിട്ട് പോകാൻ അദ്ദേഹത്തിന് ഭയങ്കര വിഷമായിരുന്നു. But I think he's happy that I am here in his place. അദ്ദേഹത്തിന് പകരം പക്ഷെ ഞാൻ ഇന്ന് ഇവിടെ ഉള്ളതിൽ അദ്ദേഹത്തിന് സന്തോഷമാണ്. Because he knows that I understand what he feels for you. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിങ്ങളോട് എന്ത് വികാരമാണുള്ളത്, അത് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. And he knows that I will carry forward his work with the same dedication and commitment that he did. അദ്ദേഹം ഏത് പ്രതിബദ്ധതയോടുകൂടിയാണ്, ഏത് സമർപ്പണത്തോടുകൂടിയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്, അതേ സമർപ്പണത്തോടും പ്രതിബദ്ധതയോടും കൂടി ആ ജോലികൾ ഞാൻ തുടരുമെന്നും അദ്ദേഹത്തിന് അറിയാം. You know, everybody faces difficult times in their lives. നിങ്ങൾക്കറിയാലോ, എല്ലാവർക്കും ജീവിതത്തിൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ടാവും. And for the last 10 years, my brother faced a very difficult time. എൻ്റെ സഹോദരൻ കഴിഞ്ഞ 10 വർഷങ്ങളായി ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടത്. There was a massive campaign to spoil his reputation. അദ്ദേഹത്തിന്റെ സത്കീർത്തി കളങ്കപ്പെടുത്താൻ, നശിപ്പിക്കാൻ വേണ്ടി ഒരു വലിയ പ്രചാരണമാണ് ഇവിടെ നടന്നത്. To spread lies about him. അദ്ദേഹത്തെ പറ്റി നുണകൾ പറഞ്ഞു പരത്താനാണ് ആ പ്രചരണം നടന്നത്. And make everybody in India believe things about him that were not true. അദ്ദേഹത്തെ പറ്റി സത്യമല്ലാത്ത, യഥാർത്ഥമല്ലാത്ത കാര്യങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രചരണമാണ് നടന്നത്. I am his sister, so I know that his journey was a lonely one. ഞാൻ അദ്ദേഹത്തിന്റെ സഹോദരിയാണ്. എനിക്കറിയാം അദ്ദേഹത്തിന്റെ യാത്ര ഒരു ഒറ്റപ്പെട്ട യാത്രയായിരുന്നു എന്ന് എനിക്കറിയാം. There was a time when it seemed as if he was the only one fighting the divisiveness and the destruction that the BJP was unleashing on India. ഒരു സമയത്ത് തോന്നി അദ്ദേഹം മാത്രമായിരുന്നു, അദ്ദേഹം എന്ന് പറയുന്ന ഒരേ ഒരാളായിരുന്നു ഈ രാജ്യത്തിന് മേൽ BJP അടിച്ചുവിട്ട നാശത്തെയും വിഭാഗീയതയും എതിർത്തുകൊണ്ടിരുന്നത് ഒരേ ഒരാളായിരുന്നു എന്ന് തോന്നി. But he fought with great courage. He fought with strength. And I know that his strength came from you. അദ്ദേഹം പക്ഷേ വളരെയധികം ധൈര്യത്തോടുകൂടി, വളരെയധികം ശക്തിയോടുകൂടി പോരാടി. എനിക്കറിയാം അദ്ദേഹത്തിന് ആ ശക്തിയും ധൈര്യവും ലഭിച്ചത് നിങ്ങളിൽ നിന്നാണെന്ന് എനിക്കറിയാം. Because when the whole world had turned their backs on him, it was you who stood by him. It was you who supported him. It was you who encouraged him to keep on fighting. കാരണം ഈ ലോകം മുഴുവൻ അദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞപ്പോൾ, അദ്ദേഹത്തിന് പുറം തിരിഞ്ഞു നിന്നപ്പോൾ നിങ്ങളാണ് അദ്ദേഹത്തിന് സ്നേഹം നൽകിയത്, നിങ്ങളാണ് അദ്ദേഹത്തിന് കരുത്ത് നൽകിയത്, തൻ്റെ പോരാട്ടം തുടരാനുള്ള ധൈര്യം അദ്ദേഹത്തിന് നൽകിയത് നിങ്ങൾ ഓരോരുത്തരുമാണ്. And that is why my brother, me, my whole family will always be grateful to you. അതുകൊണ്ട് ഞാനും എൻ്റെ സഹോദരനും ഞങ്ങളുടെ കുടുംബവും എല്ലാ കാലത്തും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. നിങ്ങളോട് നന്ദിയുണ്ടാവും ഞങ്ങൾക്ക്. When I look around here, I see all that is beautiful about India right here in front of me. ഞാൻ ഇവിടെ നോക്കുമ്പോൾ ഈ രാജ്യത്ത്, ഇന്ത്യ എന്ന രാജ്യത്ത് എന്തൊക്കെ മനോഹരമായിട്ടുണ്ട് അതെല്ലാം എനിക്കിവിടെ കാണാൻ സാധിക്കും. I can see my Hindu sisters standing next to my Muslim sisters, standing next to my Catholic Christian sisters. എനിക്കിവിടെ ഹിന്ദു സഹോദരിമാർ, എൻ്റെ മുസ്ലിം സഹോദരിമാരുടെ അടുത്ത്, അതുപോലെ അവർ ക്രിസ്ത്യൻ കാത്തലിക് സഹോദരിമാരുടെ അടുത്ത് നിൽക്കുന്നത് എനിക്കിവിടെ കാണാൻ സാധിക്കും. And I can see that you share your lives in love and friendship
എനിക്കറിയാം നിങ്ങൾ നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സൗഹൃദം പങ്കിട്ടുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നും എനിക്ക് കാണാൻ സാധിക്കും. That all the poison that the BJP has tried to spread across our country has not touched you. ഈ രാജ്യത്ത് മുഴുവൻ BJP പരത്താൻ ശ്രമിക്കുന്ന വിഷം ഈ വയനാട്ടിലെ ജനങ്ങളായി നിങ്ങളെ തൊട്ടിട്ടില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും. I see the beauty of your land നിങ്ങളുടെ നാടിന്റെ മനോഹരത ഞാൻ കാണുന്നു. and the strength of your bond with my brother, which to me symbolizes the strength of democracy in our country. നിങ്ങൾക്ക് എൻ്റെ സഹോദരനോടുള്ള ബന്ധത്തിന്റെ കരുത്ത്, ശക്തി, എന്നെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ കരുത്തിന്റെ പ്രതീകമാണ്. And stands for a politics where the people come first. ജനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായ പ്രാഥമിക പരിഗണന ജനങ്ങൾക്ക് നൽകുന്ന ഒരു രാഷ്ട്രീയത്തിന് വേണ്ടിയാണ് നിങ്ങൾ നിൽക്കുന്നത്. Where you matter more than anything else. എല്ലാറ്റിനും ഉപരി ആ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളാണ്, ജനങ്ങളാണ്. Where a leader works to fulfill your needs. അവിടെ ഒരു നേതാവ് പരിശ്രമിക്കുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ്. And to resolve your problems. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. My sisters who are sitting here, many among you must be mothers like me. ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദരിമാരിൽ ഒരുപാട് പേര് എന്നെ പോലെ അമ്മയായിരിക്കും, അമ്മമാരായിരിക്കും. You've been sitting here for a long time. You must be thinking, what are the children doing at home? നിങ്ങൾ ഇവിടെ കുറേ നേരമായിട്ട് ഇരിക്കുക. അപ്പൊ നിങ്ങൾ മനസ്സിലാലോചിക്കായിരിക്കും വീട്ടിൽ ആ കുട്ടികൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് ആലോചിച്ചിട്ടല്ലേ ഇവിടെ ഇരിക്കുക. You must be thinking, I hope she finishes her speech fast so we can go home and cook and all. നിങ്ങൾ ആലോചിക്കുമായിരിക്കും പെട്ടെന്ന് ഇവിടെ പ്രസംഗം നിർത്തിയിരുന്നെങ്കിൽ വീട്ടിൽ പോയി ഞങ്ങൾക്ക് പാചകം ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കും. I'm going to finish only now. ഞാൻ ഇപ്പൊ പ്രസംഗം നിർത്താൻ പോവാണേ. But why I'm asking you this? ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇത് ചോദിക്കുന്നത്? Because I'm a mother like you. കാരണം നിങ്ങളെപ്പോലെ ഞാനൊരു അമ്മയാണ്. And once you become a mother, you forget about everything else. Your children are more important to you than anything else. ഒരു പ്രാവശ്യം നിങ്ങൾ അമ്മയായി കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കി എല്ലാം മറക്കും. ലോകത്തിൽ എല്ലാറ്റിനേക്കാളും വലുത് നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. You may be tired. You may not have slept at night. You may have so much work. But if your child is hungry, or if your child needs something, or his homework or her homework needs to be finished, first you will do that. ഒരു പക്ഷേ നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, നിങ്ങൾ രാത്രിയിൽ ഉറങ്ങിയിട്ടുണ്ടായിരില്ല, നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷെ കുഞ്ഞിന് വിശക്കാണെങ്കിലോ അല്ലെ മോനോ മോൾക്കോ ഹോംവർക്ക് ചെയ്യാനുണ്ടെങ്കിലോ നമ്മൾ ആ കുഞ്ഞിന് വേണ്ടി അതിനു വേണ്ടി പ്രാധാന്യം കൊടുത്ത് നമ്മൾ കൂടെ ഇരിക്കില്ലേ? You cannot see your child suffering. നമ്മുടെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുന്നത് ഒരു അമ്മയ്ക്ക് കാണാൻ സാധിക്കില്ല. If you do, you want to do everything you can to resolve that problem. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം എന്നല്ലേ നമ്മുടെ ആഗ്രഹം. And sometimes even if it's not in your hands to solve it, but you'll still try your best to comfort and console your children. ഒരു പക്ഷെ നിങ്ങളെ കൊണ്ട് അത് പരിഹരിക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നമ്മുടെ പരമാവധി നമ്മുടെ കുഞ്ഞുങ്ങളെ ആശ്വസിപ്പിക്കാൻ അവർക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാനും നമ്മൾ ശ്രമിക്കും. And then when your child comes and hugs you or holds you, you feel like you have the whole world. You don't need anything else. അത് മാത്രമല്ല, എന്നിട്ട് ആ കുഞ്ഞിങ്ങനെ ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുമ്പോഴോ നമ്മളെ പിടിക്കുമ്പോഴോ നമ്മൾ എന്ത് വിചാരിക്കും? നമുക്ക് വേറെ ഒന്നും വേണ്ട, ഈ ലോകത്തിൽ കിട്ടാവുന്നതെല്ലാം നമുക്ക് കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കില്ലേ? My son is somewhere here listening to me. I hope he's listening to me. എൻ്റെ മോൻ ഇവിടെ എവിടെയോ നിന്ന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നു, പ്രതീക്ഷിക്കുകയാണ് മോൻ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്ന്. But I want you to know that that's how I feel about you. എനിക്ക് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ പറ്റി എനിക്ക് തോന്നുന്നത്, അതുപോലെയാണ് എനിക്ക് നിങ്ങളെ പറ്റിയും തോന്നുന്നത്. You have given me so much love since I have been coming here. When you hug me and hold me, I really feel like this is enough for me. I don't need to ask for anything more. ഞാൻ ഇവിടെ വന്നത് മുതൽ നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹം തരികയാണ്. നിങ്ങൾ എന്നെ വന്ന് ഓടി കെട്ടിപ്പിടിക്കുമ്പോൾ ശരിക്കും എനിക്ക് തോന്നും എനിക്ക് ഇതിൽ കൂടുതൽ ഒന്നും വേണ്ട, മതിയാവുന്നതിലപ്പുറം നിങ്ങൾ തരുന്നു എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. One journalist asked me 2 days back, why are you not asking for votes? You should ask for votes. ഒരു പത്രപ്രവർത്തകൻ 2 ദിവസം മുമ്പ് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് വോട്ട് ചോദിക്കാത്തത്? നിങ്ങൾ വോട്ട് ചോദിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. But I don't feel like asking you for anything because you are giving me so much love already. എനിക്ക് നിങ്ങളോട് ഒന്നിനു വേണ്ടി ചോദിക്കാൻ തോന്നുന്നില്ല, കാരണം ഇപ്പൊ തന്നെ നിങ്ങൾ എനിക്ക് ഒരുപാട് സ്നേഹം തന്നു കഴിഞ്ഞു. And like a mother understands her responsibility towards her children, like she understands her duty towards her children, like she understands that they come first and she comes second, I understand this perfectly well because I am a mother and because I feel that you genuinely love me.
അത് ഒരമ്മയ്ക്ക് എങ്ങനെയാണോ മനസ്സിലാകുന്നത്, തൻ്റെ കുഞ്ഞുങ്ങളോടുള്ള കടമ എങ്ങനെ മനസ്സിലാകുന്നു, കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തം എങ്ങനെ മനസ്സിലാകുന്നു, എന്നെക്കാളും വലുതാണ് എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന അമ്മ എങ്ങനെ തിരിച്ചറിയുന്നു, അതുപോലെ നിങ്ങളോടുള്ള ഉത്തരവാദിത്വവും സ്നേഹവും ഞാൻ തിരിച്ചറിയുന്നു. കാരണം എനിക്കറിയാം നിങ്ങൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. So you have already given my family and me more than what we could ask for. ഞങ്ങൾക്ക് ചോദിക്കാവുന്നതിനപ്പുറം എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾ ഇപ്പോഴേ നൽകി കഴിഞ്ഞിരിക്കുന്നു. And more than anything, you have stood by my brother at the most difficult time in his life. എല്ലാറ്റിനും ഉപരിയായി എൻ്റെ സഹോദരൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് നിങ്ങൾ അദ്ദേഹത്തോടൊപ്പം നിന്നു. So give me a chance to give back to you. അതുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള ഒരു അവസരം ഇപ്പോൾ നിങ്ങൾ എനിക്ക് നൽകുക. Give me a chance to show you how hard I can work to resolve your problem. നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എത്ര കഠിനമായി പ്രയത്നിക്കാം എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു അവസരം നിങ്ങൾ എനിക്ക് ഇപ്പോൾ നൽകുക. And let's try to build a better future for you. നിങ്ങൾക്കൊരു മെച്ചപ്പെട്ട ഭാവി ഉണ്ടാക്കാൻ നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം. And maybe we won't be able to solve all the problems, but we will solve some. And we will work hard, and we will fight together, and we will struggle together. And allow me to be part of your happiness. Allow me to be part of your sadness. This will be the greatest honor and privilege for me. ശരിക്കും ഒരുപക്ഷെ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഉടനെ പരിഹരിക്കാൻ സാധിച്ചെന്ന് വരില്ല. കുറച്ചൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ബാക്കിയുള്ളവയ്ക്ക് വേണ്ടി അവ പരിഹരിക്കുന്നത് വരെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ എന്നെ അനുവദിക്കുക. നിങ്ങളുടെ ദുഃഖത്തിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ എന്നെ അനുവദിക്കുക. നിങ്ങളത് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ സന്തോഷത്തിൻ്റെ ദുഃഖത്തിൻ്റെ ഭാഗമാക്കുകയാണെങ്കിൽ എനിക്ക് കിട്ടാവുന്ന ഒരു വലിയ ആദരവായി ഞാൻ അതിനെ കണക്കാക്കും. So if you give me this chance and you make me your representative in parliament, I can also tell you that I will fight harder for you than anyone else. നിങ്ങൾ എനിക്ക് ഒരു അവസരം നൽകി നിങ്ങളെ ഇന്ത്യൻ പാർലമെന്റിൽ പ്രതിനിധീകരിക്കാൻ, നിങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഒരു അവസരം നൽകിയാൽ എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, മറ്റാരും പ്രവർത്തിക്കുന്നതിലുപരി നിങ്ങൾക്ക് വേണ്ടി കഠിനമായി ഞാൻ പ്രവർത്തിക്കുമെന്ന് പറയാൻ സാധിക്കും. Because we women are the best fighters, we are the strongest. കാരണം നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നത് ഏറ്റവും ശക്തരായ പോരാളികളാണ്, ഏറ്റവും കരുത്തുള്ളവരാണ്. The men here will also agree with this. ഇത് ഞാൻ പറയുമ്പോൾ ഇവിടെയുള്ള പുരുഷന്മാരും സമ്മതിക്കും. I have some of my colleagues here from UP, women colleagues who fought with me on the streets in UP. They will tell you. എന്നോടൊപ്പം ഇവിടെ UP-യിലെ തെരുവുകളിൽ എന്നോടൊപ്പം പോരാടിയ എൻ്റെ വനിതാ സഹപ്രവർത്തകർ ഇവിടെയുണ്ട്. അവരും നിങ്ങളോട് പറയും. So thank you very much for coming here, for listening to me, for leaving all the works that you have, your children, everybody, and coming, spending time waiting here and listening to my words today. നിങ്ങൾ ഇവിടെ വന്നതിന് നിങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, അതൊക്കെ വിട്ടിട്ട് അവരെയും വിട്ടിട്ട് ഇവിടെ വന്നതിനും ഞാൻ പറയുന്നത് കേട്ടതിനും എനിക്ക് വേണ്ടി കാത്തിരുന്നതിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. And I learned one more line today in Malayalam. ഇന്ന് ഞാൻ മലയാളത്തിൽ ഒരു വാചകം കൂടി പഠിച്ചിട്ടുണ്ട്. ഞാൻ വേഗം തിരിച്ചുവരും. Right? Okay? Yes. ഞാൻ വേഗം തിരിച്ചു വരും. മനസ്സിലായല്ലോ? So I'll come back, I'll come to your homes, I'll meet you, I'll talk to you, and together we will work on your problems. ഞാൻ തിരിച്ചു വരും, നിങ്ങളുടെ വീട്ടിൽ വരും, നിങ്ങളോട് സംസാരിക്കും, എന്നിട്ട് നമ്മൾ ഒരുമിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. Thank you. നന്ദി. Thank you.